അപ്പം ഞാനത് വൃത്തിക്ക് എഴുതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ atomicity of chlorine if 35 gram of it occupy in 200 centimeter cube at STP എന്നാണ് പറഞ്ഞത്. അതായത് ക്ലോറിൻ 35.5 ഗ്രാം 11,200 സെൻറ്റിമീറ്റർ ക്യൂബിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ എന്ത് കണ്ടുപിടിക്കാനാണ്? ആറ്റോമിസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റോമിസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നോക്കാം, ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? അറ്റ് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് STP? 22.4 അല്ലേ? 22.4 എന്ന് പറയുന്നത് നമ്മൾ അതിനെ എങ്ങനെ ചെയ്തു? ആ ഡെസിമൽ മാറ്റിയിട്ട് പകരം നമ്മൾ എന്ത് ചെയ്തു? ലൈക്ക് അവിടെ നമ്മൾ 00 സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം അറ്റ് STP 1 മോൾ ഓഫ് ഗ്യാസ്, STPയിൽ 1 മോൾ ഓഫ് ഗ്യാസ് എപ്പോഴും ഇരിക്കുന്നത് 22,400 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ നേർ പകുതിയല്ലേ ഈ 11,200 എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഈ ക്ലോറിൻ ഇത്ര ഗ്രാം ഓഫ് ക്ലോറിന് ഇത്രയിൽ ഒക്യുപ്പൈ ചെയ്യാമെങ്കിൽ ടോട്ടലിൽ നിന്നും അത് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്ട് അതിൻ്റെ മോളാർ മാസ് കിട്ടത്തില്ലേ? ദെൻ മോളാർ മാസ് മൈനസ് ആറ്റോമിക് മാസ് ആണ് നമ്മൾ എന്താണ് ആറ്റോമിസിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഗ്രാമേ ഇൻറ്റു അതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ STPയിലുള്ള വോളിയം ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് തന്നിട്ടുണ്ട് നമുക്കത് ലൈക്ക് STPയിലുള്ളത് തന്നിട്ടുണ്ട് ഇൻറ്റു തന്നിരിക്കുന്ന ഗ്രാമ ഡിവൈഡ് ബൈ 11 ഇൻറ്റു 200 എന്ന് പറയും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 71 ആണ്. അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ആറ്റോമിസിറ്റി ഈക്വൽ ടു മോളാർ മാസ് ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എത്രയാണ്? ആറ്റോമിക് മാസ് അല്ല, മോളിക്കുലാർ മാസ്. ക്ലോറിൻ്റെ എത്രയായിരുന്നു? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35.5, അത് തന്നെ അവിടെ ഇട്ടേക്കുന്നത്. ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഈ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ആറ്റോമിസിറ്റി എന്നാണ് പറയുക? ഡൈ ആറ്റോമിസിറ്റി എന്നാണ് വിളിക്കുക അല്ലേ? Cl2 എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കാൽക്കുലേറ്റ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 2.8 ഗ്രാം ഓഫ് N2 അറ്റ് STP. അതായത് 2.8 ഗ്രാം ഓഫ് N2 STPയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. സോ 2.8 നൈട്രജൻ, ഒരു നൈട്രജൻ്റെ വാല്യൂ എത്രയാണ്? 14. അപ്പം N2 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? 28 ആണ്. സോ മാസ് ഓഫ് എങ്ങനെ പറയാം, ലൈക്ക് മോളിക്കുലാർ മാസ് ഓഫ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ 28 ആണ്. ഇവിടെ 2.8 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഒറിജിനൽ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ STP ഇൻറ്റു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലാർ മാസ് ചെയ്യണം. 28 ആണ് നൈട്രജൻ, N2വിൻ്റെ മോളിക്കുലാർ മാസ് 28 ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? അതായത് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.24 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തെഴുതാൻ മതി. ഇങ്ങനെ വന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒന്നും വരണം എന്നൊന്നും ഇല്ല. സോ ഇതുപോലത്തെ നിങ്ങൾക്ക് പലതും നോക്കിയാൽ മതി, ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ്. 2 കാര്യങ്ങൾ ചെയ്യണം. കാൽക്കുലേറ്റ് ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് N2 ഇഫ് 360 സെൻറ്റിമീറ്റർ ക്യൂബ് അറ്റ് STP വെയ്റ്റ് 0.5 ഗ്രാം. അതായത് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് N2 എന്ന് പറയുന്നത് 360 സെൻറ്റിമീറ്റർ ക്യൂബിൽ അറ്റ് STPയിൽ വെയിറ്റ് 0.45 ഗ്രാം ആയാൽ എത്രയായിരിക്കും അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ്? അത് കണ്ടുപിടിക്കണം. ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് 4.5 ഗ്രാം ഓഫ് വാട്ടർ. അതായത് വാട്ടറിൽ 4.5 ഗ്രാമേ എന്തുള്ളൂ പ്രസൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4.5 ഗ്രാംസ് ഓഫ് വാട്ടറിൽ എത്ര ഗ്രാം മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഇനി ഞാനതൊന്ന് എഴുതിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.